ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ലേ? ഡ്യൂട്ടിക്ക് പോകണം സുഖേട്ടാ. ഞാനാണെങ്കിൽ ഉറങ്ങി എണീറ്റപ്പോഴുണ്ടല്ലോ എല്ലാ ന്യൂസ് ചാനലും 24 മാതൃഭൂമി മനോരമ എല്ലാത്തിലും ന്യൂസാണ്. ഇന്നല്ലേ തിങ്കളാഴ്ച, ഇന്നായിരുന്നു അവധി. അപ്പോൾ വാട്സപ്പ് തുറന്നപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇത്. അപ്പോഴാണ് അബിൻ്റെ സ്റ്റാറ്റസ് എനിക്കിങ്ങനെ ഷാരോൺ വധക്കേസ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. അതിന് അവൻ താഴെ എഴുതിയപ്പോൾ മിടുക്കിനുള്ള അംഗീകാരം. സ്വതവേ മിടുക്കിന് നമ്മൾ അംഗീകാരം നല്ലതല്ലേ കൊടുക്കുള്ളൂ, പക്ഷെ ഇത് ഭയങ്കരമായ അംഗീകാരമായിപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നിമിഷമെങ്കിലും ഞാൻ ആഗ്രഹിച്ചായിരുന്നു, ദൈവമേ അവൾക്ക് തക്കതായ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ശിക്ഷ കൊടുത്തേക്കട്ടെ. പിന്നെ അയച്ചു ഓക്കെ വേണ്ട ജീവപര്യന്തം. പിന്നെ അലയിച്ച് വേണ്ട, അവർ 10-22 വയസ്സല്ലേ ഉള്ളൂ. പിന്നെ ചോക്കി ജീവപര്യന്തമാണെങ്കിൽ ഇവർ സുഖമായിട്ട് ജീവിക്കും. അതിനേക്കാളും നല്ലത് വധശിക്ഷ. നല്ലൊരു തീരുമാനമായിരുന്നു ഗവൺമെന്റ് കൊടുത്തത്. അല്ല, നമ്മുടെ സമൂഹത്തിലും അത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയായിരിക്കും അതിന്റെ ശിക്ഷ. അതൊരു വലിയൊരു ശിക്ഷ കൊടുത്തത് തന്നെയാണ് കോടതി. ക്ലിയർ ആണ്. കാരണം അതില് കോടതി രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ളത്. അവൻ ലാസ്റ്റ് പോലും അവളുടെ പേര് പറഞ്ഞിട്ടില്ല. അതേപോലെ അവള് സ്നേഹിച്ചു. അത് നമ്മളിപ്പം ചാറ്റ് ചെയ്തൊക്കെ സ്നേഹിക്കുന്ന ഒരു പൈങ്കിളി പ്രണയം ഉണ്ടല്ലോ, അതുപോലല്ല. ഫിസിക്കൽ റിലേഷൻഷിപ്പും നമ്മൾ പിന്നെ സാധാരണ ഒരു ലെവലിന് മേളിലേക്ക് ഉള്ള നല്ല ഒരു പ്രണയം തന്നെ ആയിരുന്നു. കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. അവള് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിനകത്തില് അവന്റെ വീട്ടിൽ ചെന്ന് കല്യാണം കഴിച്ചു, പിന്നെ അമ്പലത്തിൽ നിന്ന് കല്യാണം കഴിച്ചൊക്കെ. അപ്പൊ അത്രയ്ക്കും അവൻ ക്ലിയർ ആണ് അവളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അത് കാരണം അവള് ഇത് കൊടുത്തത് വിഷമാന്നൊക്കെ അവൻ അറിയായിരുന്നു കാണും. മരിക്കുമ്പോൾ നമുക്കറിയില്ല അവന്റെ മെന്റാലിറ്റി എന്ന്. പക്ഷെ അവൻ ലാസ്റ്റ് മൊമെന്റ് വരെ പറഞ്ഞിട്ടില്ല അവളുടെ പേര് പറഞ്ഞു. അവര് വീട്ടുകാരും ആ ചേട്ടനും അമ്മയും ഒക്കെ അവര് പുറകെ നടന്നതുകൊണ്ടാണ്. ഞാൻ സത്യം വെച്ചാൽ അവര് വീട്ടുകാരായിരിക്കും മേ ബി ഇങ്ങനെ ഓരോന്ന് വോയിസ് മെസ്സേജും എല്ലാം ലീക്കായി. പിന്നെ മീഡിയാസ് ഇടപെട്ടു, അങ്ങനെ ഭയങ്കര കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ കോടതിയുടെ കണ്ടെത്തൽ ക്ലിയർ ആയിട്ട് ഈ ഒരു സംഭവം ഇവർ തമ്മിൽ സ്നേഹിച്ചതിൽ ആ ഒരു ചീറ്റിംഗ് നടന്നു എന്നുള്ളത്. കാരണം അങ്ങനെ ഒരാളെ സ്നേഹിച്ചിട്ട് കൊന്നു കളയുക എന്ന് പറയുന്നത് ഒരു വലിയ ക്രൂരതയാണ്. അതും നമ്മൾ 2025 ഈ ഒരു പുതിയ യുഗം, പുതിയ ജനറേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഇത് ക്ലിയർ ആയിട്ട് കോടതി അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നതോടുകൂടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനിയും ഇങ്ങനൊരു ചിന്ത ആർക്കും വരാൻ പാടില്ല. അതൊരു വിയേർഡായിട്ടുള്ളൊരു ചിന്തയാണ് ഇവള് അവനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട്. അതും അവൾക്ക് ഇനിയും പുതിയൊരു കല്യാണം വരാൻ പോവാ. അപ്പോൾ അതാണ് അവളെ ഇതിന് മോട്ടീവ് ആക്കി. അപ്പോൾ അങ്ങനെ പ്രണയിക്കുന്ന ഒരുത്തനെ കൊന്നിട്ട് അവൾക്ക് അങ്ങനെ ഒരു ജീവിതം വേണമെന്ന് അവൾ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ചിന്ത ഇനി ആരെങ്കിലും സമൂഹത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അവർക്കുള്ള ശിക്ഷ. അപ്പോൾ പേഴ്സണലി ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കും. ഒരു 10 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒന്നുമില്ലെങ്കിൽ ആരുടെ ആണെങ്കിൽ അതൊരു ജീവനല്ലേ. നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായം എന്താ? അതെ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.